ഹായ്, ഞാൻ ഗിരി തൃശ്ശൂർ. ഞാൻ മറ്റൊരു ടിപ്പായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഷുഗറിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്നും സംസാരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾക്ക് ഷുഗർ അടിമപ്പെട്ടത്, അതായത് വന്നു കൂടിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ പേസ്റ്റ് കൊണ്ട് പല്ലേക്കും അല്ലേ. ഒരു സിപ്പ് നമ്മൾ പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 3 ചായയുടെ മധുരം അതിന് ഉണ്ടെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇത്തിരി പേസ്റ്റ് എടുത്ത് പല്ല് തേക്കാൻ വേണ്ടി ചക്കൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഷുഗർ വരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ഏകദേശം ഒരു 5 വയസ്സ് തൊട്ടായിരിക്കും ഒരു വ്യക്തി സ്വന്തമായിട്ട് പല്ല് തേക്കുക അല്ലേ. അന്ന് തൊട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 30 വയസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 25 വർഷക്കാലം അതിരാവിലെ അറ്റ വയറ്റിൽ 3 ചായയുടെ മധുരം നിങ്ങളുടെ വയറ്റിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, അതിന് പിന്നാലെ ചെല്ലുന്ന മധുരം വേറെ. ഈ അറ്റ വയറ്റിൽ 3 ചായയുടെ മധുരം 25 വർഷക്കാലം നിങ്ങളുടെ വയറ്റിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ 26ാമത്തെ വർഷം നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണോ കുറവാണോ ചിന്തിച്ച് നോക്കൂ. മനസ്സിലായി? അപ്പോൾ അതിരാവിലെ എടുക്കുന്ന പേസ്റ്റ് ഷുഗറിനെ നമ്മളവിടെ അടിമപ്പെടുത്തായിരുന്നു. നമ്മളെ ഒരു മരുന്ന് മാഫിയ രോഗികളാക്കുമായിരുന്നു. ഹൈടെക്കെന്നും പുരോഗമനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ രോഗികളാക്കി, അവരുടെ മരുന്ന് വിറ്റ് അവർ കോടാനുകൂടി ആസ്തിയുള്ള ആൾക്കാരായി മാറി. നമ്മളിപ്പോഴും ഷുഗറും പ്രഷറിൻ്റെയും മരുന്നുകളൊക്കെ വാങ്ങി പുരോഗമിച്ചു അല്ലെങ്കിൽ ഹൈടെക്കായെന്നും പറഞ്ഞ് ഇപ്പോഴും മരുന്നുകൾ വെച്ച് ജീവിക്കുന്നു അല്ലേ. നമ്മളെക്കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു ഭൂമി ഫിൽറ്റർ ചെയ്ത് തരുന്ന ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എലമെൻസുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ച് നമ്മളെ രോഗികളാക്കി, ജീവിതശൈലി രോഗികളാക്കി അല്ലേ. ഇപ്പോൾ അതേ പുരോഗമനം എന്നും പറഞ്ഞ് നമ്മൾ 10-25 വർഷം ഈ പേസ്റ്റ് ഉപയോഗിച്ച് 26ാമത്തെ വർഷം, എനിക്ക് തോന്നുന്നു 30 വയസ്സായ ആൾക്കാരൊക്കെ ഇപ്പോൾ ഓരോ വീട്ടിലും ഷുഗർ രോഗികളുണ്ടാവും. മുമ്പ് 45 ഇപ്പോൾ 30. പണ്ടുള്ള ആൾക്കാർ അങ്ങനെ ആയിരുന്നില്ല. ഉമിക്കരി കൊണ്ടും അല്ലെങ്കിൽ മധുരമില്ലാത്ത പദാർത്ഥങ്ങൾ കൊണ്ടൊക്കെ പല്ല് തേക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ മധുരമുള്ള 3 ചായയുടെ പവറുള്ള ഏറ്റവും ആദ്യം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അറ്റവയറ്റ് ചെല്ലുന്ന ഈ കോൾഗേറ്റ് അല്ലെങ്കിൽ പേസ്റ്റ്, ഈ മധുരമുള്ള പദാർത്ഥം ചെന്ന് അടിഞ്ഞുകൂടി 10-30 വയസ്സാകുമ്പോഴേക്കും ആ വ്യക്തി ഷുഗറിന് അടിമപ്പെടാണ്. പിന്നെ മരുന്ന് വാങ്ങി ജീവിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് മാറ്റില്ല, നിങ്ങളത് അടിമപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അടുത്ത ജനറേഷനെങ്കിലും ഈ മധുരമുള്ള പദാർത്ഥങ്ങൾ കൊണ്ട്, ഈ സ്വീറ്റ് എലമെൻസുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് പല്ല് തേപ്പിക്കാതെ നമ്മൾ ചിന്തിച്ചൊക്കെ ശരിയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ശരിയായിരുന്നു, തെറ്റായ ധാരണയാണ് നമ്മൾ ഇത്രയും രോഗികളൊക്കെ അടിമയാക്കിയത് അല്ലേ. അതൊക്കെ തെറ്റാണെന്ന് ബോധ്യത്തോടു കൂടി അടുത്ത ജനറേഷനെങ്കിലും നിങ്ങൾ മധുരമില്ലാത്ത പദാർത്ഥങ്ങളെ കൊണ്ട് പല്ല് തേപ്പിച്ച് അവരെങ്കിലും അടുത്ത ജനറേഷനെങ്കിലും ഷുഗർ ഇല്ലാത്ത ഒരു ജനറേഷനായി വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗിരി തൃശ്ശൂർ.